പ്യാരെ ബച്ചോ ആദാബ്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. बच्चों, हमारा 3rd चैप्टर आज हमको पढ़ना है. आप लोग तैयार है ना? तैयार है? ओके. उसका उन्वान, उसका हेडिंग कैसे मिलो, कैसे मिलो. बच्चों, मैं आपसे एक सवाल पूछूंगा. हम अभी नेहरू पार्क में कई कई प्रोग्राम मुनाकिद किए हैं. पहले ही हमने चर्चा किया है. हम अभी कहाँ हैं? നമ്മളിപ്പോൾ എവിടെയാണ്? हम अभी नेहरू पार्क में है. बच्चों, नेहरू पार्क में दुआया नज़म पेश किया कौन कौन? നമ്മൾ പറഞ്ഞു കുട്ടികൾ ഇപ്പോൾ പ്രശസ്തമായ നെഹ്റു പാർക്കിലാണ്. അവിടെ പല പ്രോഗ്രാമുകളും അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ എല്ലാവരും നെഹ്റു പാർക്കിലാണുള്ളത്. അവിടെ नेहरू पार्क में दुआया नज़म के दुआ പ്രയർ, ദുആയ നസം പ്രയർ അവതരിപ്പിച്ചു. കോൻ കോൻ, ആരൊക്കെ, ഏതൊക്കെ കുട്ടികളാണ് നെഹ്റു പാർക്കിൽ പ്രാർത്ഥന ചൊല്ലിയത്? നമ്മൾ കേട്ടില്ലേ പ്രാർത്ഥന? ലപ്പാത്തി ഹെ ദുആ ബൻ കെ തമന്ന മേരി കേട്ടില്ലേ? ആരായിരുന്നു പ്രാർത്ഥന അവതരിപ്പിച്ചത്? പറഞ്ഞോളൂ. ആരാണ്? സിസിലി. പിന്നെ സിസിലി और ജൂലി. സിസിലി और ജൂലി അവരാണ് പ്രാർത്ഥന നടത്തിയത്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പാഠം ഒന്ന് വായിച്ചു നോക്കാം. ഉസ്കാ ഉൻവാൻ, ഹെഡിങ് ക്യാ ഹൈ? കേസേ മിലോ. കേസേ മിലോ എന്താ? കേസേ പറഞ്ഞാൽ എങ്ങനെ. ഓക്കെ. കൈസേ മിലോ, ഞാൻ എങ്ങനെ കാണും. നോക്കൂ, ഈ ചിത്രം ഒന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കൂ. അടിപൊളി ചിത്രം അല്ലേ? ഈ ചിത്രത്തിൽ ആരാ ഉള്ളത്? स्कूल के बच्चे हैं. स्कूल के बच्चे हैं और उसके साथ उस्तानिया भी है. ओके. और उनके साथ कौन है? झूले, एक झूले पर झूलाते हैं. कौन? एक बूढ़ा आदमी. അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ എന്തുണ്ട്? ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെ വൃദ്ധനായൊരു മനുഷ്യനുണ്ട്. അയാൾ അവിടെ ഊഞ്ഞാലിൽ ആടുകയാണ്. ഓക്കെ. देखो, पार्क के एक कोने में बेंच पर एक बूढ़ा मायूस बैठा था. मेरी मुन्नी भी आज इतनी ही बड़ी हुई होगी. सिसिली और जूली को गीत गाते देखकर वो सोचने लगा. വായിക്കാൻ പ്രയാസമുള്ള കുറച്ച് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ ഈ പാഠഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ കിതാബ് എടുത്ത് വെച്ച് കേൾക്കണം. ഓക്കെ. സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് വായന പഠിക്കാൻ പറ്റും. പാർക്ക് കെ ഏക് കോനെ മേ ബെഞ്ച് पर एक बूढ़ा मायूस बैठा था. पार्क के एक कोने में बेंच पर एक बूढ़ा मायूस बैठा था. मेरी मुन्नी भी आज इतनी ही बड़ी हुई होगी. सिसिली और जूली को गीत गाते देखकर वो सोचने लगा. कौन? बूढ़ा. ഒന്നുകൂടി നോക്കൂ.
सिसिली और जूली को गीत गाते देखकर बूढ़े क्या सोचने लगा. വൃദ്ധനായ മനുഷ്യൻ എവിടെ ഇരിക്കുകയാണ്? നെഹ്റു പാർക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് സിസിലിയുടെയും ജൂലിയുടെയും പ്രാർത്ഥന കേട്ടത്. ആ പ്രാർത്ഥന കേട്ടപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്. എന്ത്? മേരി മുന്നി ബി ആജ് ഇത്നി ഹി ബഡി ഹുയി ഹോഗി. അദ്ദേഹത്തിൻ്റെ പേരമകളാണ് മുന്നി. അപ്പോൾ അയാൾ ചിന്തിക്കുന്നു, മേരി മുന്നി ബി, എൻ്റെ മുന്നിയും ആജ് ഇത്നി ഹി ബഡി ഹുയി ഹോഗി, ഇപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഒന്നും നോക്കല്ലേ നമ്മൾ ആ പാരഗ്രാഫ്, ചെറിയൊരു പാരഗ്രാഫ് അല്ലേ. പാർക്ക് കെ ഏക് കോനെ മേ ബെഞ്ച് പർ ഏക് ബൂഢ മായൂസ് ബൈഠാദ. എന്തായാലും അർത്ഥം? പാർക്ക് കെ, പാർക്കിലെ, ഏക് കോനെ മേ, ഒരു മൂലയിൽ, ബെഞ്ച് പർ, എവിടെ? ബെഞ്ച് പർ, ബെഞ്ചിൽ, ഏക് ബൂഢ, എന്താ ബൂഢ എന്നാൽ വൃദ്ധൻ, മായൂസ് ബൈഠാദ, ദുഃഖിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പാർക്കിലെ ഒരു മൂലയിൽ വൃദ്ധനായൊരു മനുഷ്യൻ മൂഡൗട്ടായി ഇരിക്കുകയായിരുന്നു. പാർക്ക് കേക്ക് കോനമേ ബെഞ്ച് പർ കോൻ ബൈഠാ ഹേ, കോൻ ബൈഠാ ഹേ, ആരാണ് ഇരിക്കുന്നത്? ഏക് ബൂഢ ബൈഠാദ, ഒരു വൃദ്ധൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സിസിലിയുടെയും ജൂലിയുടെയും പാട്ട് അദ്ദേഹം കേട്ടത്. അത് കേട്ടപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, മേരി മുന്നി ബി, മേരി മുന്നി ബി ആജ് ഇത്നി ഹി ബഡി ഹുയി ഹോഗി, എൻ്റെ പേരമകൾ മുന്നിയും ഇപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹം തൻ്റെ മകനെക്കുറിച്ചും മരുമകളെക്കുറിച്ചും പേരമകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പേരെ ബച്ചോ, ആപ്കെ ഘർ മേ കോൻ കോൻ ഹേ? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ആപ്കെ ഘർ മേ കോൻ കോൻ ഹേ? നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അമ്മി, അബ്ബ, ദാദ, ദാദി, അല്ലെങ്കിൽ നാന, നാനി, ഇങ്ങനെ കുറേ ആളുകൾ നമ്മുടെ വീടുകളിലുണ്ട് അല്ലേ? ഓക്കെ. ये बूढ़ा इधर क्यों बैठते हैं? ये बूढ़ा, ये बूढ़ा, ഈ വൃദ്ധനായ മനുഷ്യൻ ഇധർ പാർക്ക് മേ ക്യോം ബൈഠത്തെ ഹെ, എന്തുകൊണ്ടാണ് പാർക്കിൽ വന്നിരിക്കുന്നത്? നമ്മുടെ വല്യപ്പയും വല്യമ്മമാരും ഇങ്ങനെ പാർക്കിലാണോ ഇരിക്കുന്നത്? അല്ല. എവിടെയാണ്? ഘർ മേ ബൈഠത്തെ ഹെ. ലേക്കിൻ ये बूढ़ा आदमी പാർക്ക് മേ ക്യോ ബൈഠത്തെ ഹെ, എന്തിനാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാ? അദ്ദേഹത്തിൻ്റെ വീട്ടിലാരും ഉണ്ടാവില്ല അല്ലേ? നോക്കാം നമുക്ക്. അപ്പം അദ്ദേഹം പാർക്കിലൊരു മൂലയിൽ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സിസിലിയുടെയും ജൂലിയുടെയും പാട്ട് കേട്ട് അദ്ദേഹം തൻ്റെ പേരമകളെക്കുറിച്ച് ആലോചിച്ചത്. ഇനി ഇദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നോക്കൂ. ഉസേ ദേഖ് കർ 6 साल हो गए, उसे देख कर 6 साल हो गए. ഉസെ, അവളെ, മുന്നിയെ, ദേഖ് കർ, കണ്ടിട്ട്, എത്ര വർഷമായി? 6 साल हो गए, 6 साल हो गए, 6 വർഷമായി പേരമകളെ കണ്ടിട്ട്. जी चाहता है, जी चाहता है कि उसे एक बार और देखो. जी चाहता है कि उसे एक बार और देखो. जी चाहता है, മനസ്സ് ആഗ്രഹിക്കുന്നു. चाहता है, ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഉസേ, അവളെ, एक बार और देखो, ഒരിക്കൽ കൂടി തൻ്റെ പേരമകളായ മുന്നിയെ ഒന്ന് കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. മലേഷ്യ ജാനാത്തോ മേരെ ലിയേ നാമുംകിൻ ഹെ. അപ്പോൾ പേരമക്കൾ എവിടെയാണ് ഇപ്പം മനസ്സിലായി അല്ലേ? എവിടെയാ? മലേഷ്യ. മലേഷ്യ ജാനാത്തോ മേരെ ലിയേ നാമുംകിൻ ഹെ. മലേഷ്യ ജാനാത്തോ മേരെ ലിയേ നാമുംകിൻ ഹെ. എന്താ മലേഷ്യ ജാന?
മലേഷ്യയിൽ പോകുക എന്നുള്ളത് മേരെ ലിയെ എന്നെ സംബന്ധിച്ചിടത്തോളം നാമുംകിൻ ഹേ അസാധ്യമാണ്. മലേഷ്യ പോകുക എന്നുള്ളത് അദ്ദേഹത്തിന് അസാധ്യമാണ്. മുझे कौन ले जाएगा भला, मुझे कौन ले जाएगा भला, മുझे എന്നെ, ഖോൻ ആരാണ്, ലേ ജായേഗ കൊണ്ടുപോകുക, മുझे ഖോൻ ലേ ജായേഗ ഭല പക്ഷെ എന്നെ ആര് കൊണ്ടുപോകും. ഏ ഖുദാ ദൈവമേ, तू ही बता कि मैं अपने बच्चों से कैसे मिलूं. ഏ ഖുദാ എൻ്റെ ദൈവമേ, തൂ ഹി ബത്ത നീ തന്നെ പറഞ്ഞു തരൂ, തൂ ഹി ബത്ത നീ തന്നെ പറഞ്ഞു തരൂ. എന്തെന്നാൽ മേ അപ്പിനെ ബച്ചോം സെ ഞാൻ എൻ്റെ മക്കളുമായി കേസേ മിലു എങ്ങനെ കണ്ടുമുട്ടും. അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മകനും മകളും മരുമക്കളും പിന്നെ എല്ലാവരും പേരക്കുട്ടികളൊക്കെ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? മലേഷ്യയിലാണ്. ഇദ്ദേഹമാണെങ്കിലോ വീട്ടിൽ അക്കേലാഹേ ഒറ്റക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം എവിടെ വന്നിരിക്കുന്നത്? ഈ പാർക്കിൽ വന്ന് ഇരിക്കുന്നത്. അപ്പം വൃദ്ധരായ ആളുകൾ ഒരിക്കലും ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? ഒറ്റപ്പെട്ട് ജീവിക്കാൻ പാടില്ല. അപ്പം നോക്കൂ, നമ്മൾ ഈ പാഠത്തിലെ 1-2 ചോദ്യങ്ങൾ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറയാം, पार्क के एक कोने में बेंच पर एक बूढ़ा मायूस बैठा था. पार्क के एक कोने में बेंच पर कौन बैठता है? ആരാണ് പാർക്കിലെ ബെഞ്ചിൽ ഇരിക്കുന്നത്? ഏക്ക് ബൂഢ മായൂസ് ബൈഠാദ, ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു അല്ലേ. പിന്നെ അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ്? സിസിലി और जूली के गीत सुनकर, सिसिली और जूली के गीत सुनकर बूढ़ा क्या क्या सोचा होगा. സിസിലി और ജൂലി के गीत सुनकर, സിസിലിയുടെയും ജൂലിയുടെയും പാട്ട് കേട്ടപ്പോൾ ബൂഢ ക്യാ ക്യാ സോച്ചാ ഹോഗ, അദ്ദേഹം എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക? എന്താ ചിന്തിച്ചേ? മേരി മുന്നി ബി ആജ് ഇത്തിനി ഹി ബഡി ഹുയി ഹോഗി, മേരി മുന്നി ബി ആജ് ഇത്തിനി ഹി ബഡി ഹുയി ഹോഗി, എൻ്റെ പേരമകളും ഇപ്പോൾ ഈ കുട്ടികളെ പോലെ തന്നെ വലിയ കുട്ടികളായിട്ടുണ്ടാകും. പിന്നെ ഉസേ ദേഖ് കർ 6 साल हो गए, ഉസേ ദേഖ് കർ 6 साल हो गए, അവരെ കണ്ടിട്ട് 6 കൊല്ലമായി. ജി ചാഹ്താ ഹേ, ഞാൻ ആഗ്രഹിക്കുന്നു. കെ ഉസേ ഏക് ബാർ ഔർ ദേഖ് ലൂ, ഒരു പ്രാവശ്യം കൂടി അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിൽ ഇങ്ങനെ ചിന്ത വരുന്നു. ഇനി നോക്കുക അടുത്ത ചോദ്യം, ബൂഡേക്ക് ആർസു ക്യാ ഹേ. ആർസു എന്താ? ആഗ്രഹം. ബൂഡേക്ക് ആർസു ക്യാ ഹേ, ഈ വൃദ്ധന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? മലേഷ്യ ജാനാ ഹേ ഔർ മുന്നിക്കോ ദേഖ്നാ ഹേ, മലേഷ്യ ജാനാ ഹേ ഔർ മുന്നിക്കോ ദേഖ്നാ ഹേ, മലേഷ്യയിൽ പോകണം, എന്നിട്ട് ആരെ കാണണം? എൻ്റെ മുന്നിയെ കാണണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഓക്കെ, നമുക്ക് ഈ പാരഗ്രാഫ് മാത്രമേ ഇന്ന് ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ 14-ാമത്തെ പേജിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ വീടുകളിൽ വല്യപ്പന്മാരുണ്ട്, വല്യമ്മമാരുണ്ട്, ഇല്ലേ? വൃദ്ധരായ ആളുകളുണ്ട്. അവരെ നമ്മൾ ഒറ്റക്കാണോ താമസിപ്പിക്കുന്നത്? അത് അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാറുണ്ടോ? ഇല്ല. പിന്നെ അവരെവിടെയാണുള്ളത്? നമ്മുടെ കൂടെ തന്നെയാണ് അവർ ജീവിക്കുന്നത് അല്ലേ. എന്നാൽ ആ ചോദ്യം നോക്കൂ. ഹമാരെ ഘറോ മേം ബി ദാദാ ദാദി നാനാ നാനി വഗൈറ രഹത്തെ ഹൈ, ബുസർഗോം കെ സാത്ത്, എങ്ങനെ? ബുസർഗോം കെ സാത്ത് മിൽജുൽ കർ രഹ്നെ
और उनकी खिदमत करने की ज़रूरत पर बायस करे और एक നോട്ട് തയ്യാർ करके പേഷ് करे. ഇതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അർത്ഥം ഒന്ന് പറയാം. ഹമാരെ ഘറോ മേം ബി, നമ്മുടെ വീടുകളിലും, ദാദാ ദാദി, ദാദാ ദാദി വല്യപ്പയും വല്യമ്മയും, നാന നാനി വല്യപ്പയും വല്യമ്മയും. ഇവിടെ രണ്ട് വല്യപ്പ രണ്ട് വല്യമ്മ ഉണ്ട് അല്ലേ? അപ്പം ദാദാ നാരാ ബാപ്പ് കാ ബാപ്പ്, ദാദി ബാപ്പ് കി അമ്മി, നാന അമ്മി കാ അബ്ബ, നാനി അമ്മി കി അമ്മി. അങ്ങനെ ദാദയും ദാദിയും നാനയും നാനിയും നമ്മുടെ വീടുകളിൽ താമസിക്കുന്നുണ്ട്. ബുസർഗോം കെ സാത്ത്, ഇങ്ങനെ വൃദ്ധരായ ആളുകളുടെ കൂടെ മിൽ ജുൽക്കർ രഹിനെ, എന്താ കൂടിച്ചേർന്ന് ജീവിക്കുകയും അവർ ഉൻകി ഖിദ്മത്ത് കർണേക്ക് ജറൂറത്ത് പർ, അവർക്ക് സേവനം ചെയ്യുന്നതിനെക്കുറിച്ചും ബഹസ് കരെ, ചർച്ച ചെയ്യുക. എന്നിട്ട് ഏക്ക് നോട്ട് തയ്യാർ കർക്കെ പേഷ് കരെ, ഒരു നോട്ട് തയ്യാറാക്കുക. അപ്പം ഇതിലെന്താ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? വൃദ്ധരായ ആളുകൾക്ക് അവരുടെ കൂടെ ജീവിക്കുന്നതിൻ്റെയും അവർക്ക് സേവനം ചെയ്തു കൊടുക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ നോട്ട് എഴുതേണ്ടത്. അപ്പോൾ ആ നോട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഉത്തരം നോക്കിക്കോളൂ. ഹമാരെ ഘറോ മേ ദാദാ ദാദി നാനാ നാനി വഗൈറ ബുസർഗ് ലോഗ് രഹത്തെ ഹൈ. ഹമാരെ ഘറോ മേ, നമ്മുടെ വീടുകളിൽ, ദാദാ ദാദി നാനാ നാനി വഗൈറ തുടങ്ങിയ ബുസർഗ് ലോഗ് രഹത്തെ ഹൈ, പ്രായം ചെന്ന ആളുകൾ താമസിക്കുന്നുണ്ട്. ഉനോനെ ഹംകോ ജന്മ ദിയ, ഉനോനെ ഹംകോ ജന്മ ദിയാ ഹെ, അവരാണ് നമുക്ക് ജന്മം നൽകിയത്. നാം ഉണ്ടാവാൻ കാരണം അവരാണ്. വോ പകലെ പകൽ ഹമാരി തര സിഹത്ത് മന്ദതെ, വോ വൃദ്ധരായ നമ്മുടെ വല്യപ്പന്മാർ പകലെ പകൽ, ആദ്യം കുറച്ച് മുമ്പ് ഹമാരി തര, നമ്മളെപ്പോലെ തന്നെ ആരായിരുന്നു? സിഹത്ത് മന്ദതെ, നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. ലേക്കിൻ പക്ഷേ ആജ് വോ കംസോർ ഹോ ഗയേ ഹെ, പക്ഷേ ആജ് ഇന്ന് വോ അവരെ ആരായി? കംസോർ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് ബലഹീനരായിരിക്കുന്നു. വോ ബുസർഗ് हमारे लिए अपनी सेहत और ज़िंदगी वक़फ़ कर दी है. वो बुज़ुर्ग, ആ പ്രായം ചെന്ന ആളുകൾ, ഹമാരെ ലിയെ, നമുക്ക് വേണ്ടി, അപ്പനി സിഹത്ത് ഔർ ജിന്ദഗി, അവരുടെ ആരോഗ്യവും അവരുടെ ജീവിതവും വഖഫ് കർദി, നമുക്ക് വേണ്ടി അവർ സമർപ്പിച്ചിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട്. മഗർ എന്നാൽ ആജ് വോ ബൂഡേ ഔർ ബൂഡി ഹോ ഗയി ഹെ, ഇന്ന് അവർ വൃദ്ധരായി മാറിയിരിക്കുന്നു. അവരും നമ്മളെപ്പോലെ ചെറുപ്പക്കാരായിരുന്നു, പക്ഷെ ഇന്ന് അവർ വൃദ്ധരാണ്. ഈസ് ബുഡാപ്പേ മേ ഉൻമേ ബഹുത് സേ ലോഗ് ബീമാർ ഹോങ്കെ. ഈസ് ബുഡാപ്പേ മേ, എന്താ ബുഡാപ്പേ മേ? ഈ വാർദ്ധക്യത്തിൽ, ഉൻമേ അവരിൽ, ബഹുത് സേ ലോഗ് കുറേ ആളുകൾ ആരാണ്? ബീമാർ രോഗി, ബീമാർ ഹോങ്കെ രോഗികളായിട്ടുണ്ടാകും, ബീമാർ രോഗി. इसलिए वो हमारे ध्यान पर रखना चाहिए. इसलिए ഇതുകൊണ്ട് തന്നെ വോ വൃദ്ധരായ ആളുകൾ ഹമാരി ധ്യാൻ പർ രഖ്ന ചാഹിയെ, നമ്മുടെ ശ്രദ്ധയിലും പരിചരണത്തിലും ജീവിക്കണം. ഉൻകെ സാത്ത് മിൽജുൽ കർ കി ജിന്ദഗി ബിസർ കർനാ ഹെ. ഉൻകെ സാത്ത് അവരോടൊപ്പം, മിൽജുൽ കർ കി ജിന്ദഗി കൂടിച്ചേർന്ന് കൊണ്ടുള്ള ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. उनके दिलों को शांति और सुकून देना है. उनके दिलों को, അവരുടെ മനസ്സുകൾക്ക്, ശാന്തി और सुकून देना है, ആശ്വാസവും സമാധാനവും നൽകണം. वो जुदाई के बदल मेल जोल की जिंदगी पसंद करते हैं. वो വൃദ്ധരായ ആളുകൾ, ജുദായി എന്താ? ഒറ്റപ്പെടൽ. ജുദായി കെ ബദൽ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് പകരം മേൽ ജോൽ കി ജിന്ദഗി, കൂടിച്ചേർന്ന് കൊണ്ടുള്ള ജീവിതമാണ്
പസന്ത് കർത്തേ ഹേ, അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വൃദ്ധരായ ആളുകളെ പരിചരിക്കുന്നതിൻ്റെ അവരോടൊപ്പം ജീവിക്കുന്നതിൻ്റെയും പ്രാധാന്യമാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ പാഠം ഏതായിരുന്നു? കെയ്സേ മിലു. അപ്പോൾ ഇത് വളരെ നല്ല രൂപത്തിൽ നിങ്ങളൊന്ന് വായിച്ച് പഠിക്കണം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. അപ്പോൾ വൃദ്ധനായ മനുഷ്യൻ തന്നെക്കുറിച്ച് തൻ്റെ ആത്മകഥ പറയുകയാണ് നമ്മുടെ ഈ പാഠത്തിൽ. ഓക്കെ. അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങൾ നന്നായി എഴുതി വെക്കുക. ബാക്കി അഗലെ ക്ലാസ് മേ ശുക്രിയ.